തുടരുന്നു. കണ്ണൂർ പെരിങ്ങോത്ത് പൂട്ടിയിട്ട വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു. കുറ്റൂർ ചട്ടിയോൾ ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഡോക്ടർ ഇ.പി. രാജന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. കബോർഡിൽ സൂക്ഷിച്ച 2 പവന്റെ വളയും കിടപ്പുമുറിയിലെ അലമാരയിൽ പരിശോധനാ മുറിയിലെ മേശയിലും സൂക്ഷിച്ചിരുന്ന പണവുമാണ് കവർന്നത്. അജീഷ് ചേകുമാർ വിവരങ്ങളുമായി ചേർന്നു. അജീഷ്, ലക്ഷം തൊട്ട് പൊന്ന് ലക്ഷ്യം വെച്ച് കള്ളന്മാർ വിലസുന്നുണ്ട്, പെരുകുന്നുണ്ട്. എന്താണ് ഈ മോഷണത്തിന്റെ വിവരങ്ങൾ? എന്തെങ്കിലും സൂചന ഈ ഘട്ടം വരെ ലഭിച്ചിട്ടുണ്ടോ മോഷ്ടാവിനെ കുറിച്ച്? പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി 7-നും 9:30-ക്കും ഇടയിലാണ് ഈ മോഷണം നടന്നത് എന്നാണ് കരുതുന്നത്. ഈ ഡോക്ടറുടെ കുടുംബം ഇന്നലെ മകളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീട് പൂട്ടിയതിനു ശേഷമായിരുന്നു ഇവർ പോയത്. അതിനുശേഷം 9:30-യോടെ ഇവർ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ഈ മോഷണം നടന്ന വിവരം അറിയുന്നത്. 55,000 രൂപയും ഒപ്പം തന്നെ 2 പവന്റെ വളയുമാണ് നഷ്ടപ്പെട്ടത്. മോഷ്ടാക്കൾ അലമാരയടക്കം കുത്തി തുറന്നാണ് ഈ സ്വർണവും പണവും കൊണ്ടുപോയത്. ഈ വീട്ടിൽ തന്നെയാണ് ഈ ഡോക്ടറുടെ ക്ലിനിക്കും പ്രവർത്തിക്കുന്നത്. ക്ലിനിക്കിന്റെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്നതാണ് പണം. അവിടെ സൂക്ഷിച്ചിരുന്ന 55,000 രൂപയാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷം പെരിങ്ങോം പോലീസിൽ ഡോക്ടർ വിവരം അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്തെ CCTV-കൾ കേന്ദ്രീകരിച്ച് ആണ് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇവരെ നിരീക്ഷിച്ച ശേഷം, അതായത് മോഷ്ടാവ് ഈ ഡോക്ടറുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച ശേഷമാകാം വീട്ടിനുള്ളിൽ കയറി മോഷണം നടത്തിയത് എന്നാണ് കരുതുന്നത്. കാരണം 7 മണിക്കാണ് ഡോക്ടർ വീട് പൂട്ടിപ്പോയത്. അതിനുശേഷം 9:30-ക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അപ്പൊ അതിനിടയിൽ പെട്ടെന്ന് ഈ ഡോക്ടറെയും കുടുംബത്തെയും അറിയാവുന്ന ഒരാളാണ് ഇതിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.